നമ്മുടെയൊക്കെ മുഖത്ത് വരുന്ന എത്ര വലിയ ടാനും കരിവാളിപ്പൊക്കെ മാറാനായിട്ടുണ്ടല്ലോ ഈ ഉഴുന്നില്ലേ, ഉഴുന്നൊന്ന് കുതിർത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി ഒന്ന് ഫേസിലിട്ട് നോക്കിയേ. നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിനൊക്കെ മുൻപൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇട്ട് വേണമെങ്കിലുണ്ടല്ലോ ഫേസിൽ നല്ല രീതിയിൽ നിറം കിട്ടാനൊക്കെ ആയിട്ട്, നല്ല സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അത് മാത്രമല്ല ഉണ്ടല്ലോ, മുഖത്ത് കറുത്ത പാടുകളൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒരു കുറച്ച് ഉഴുന്ന് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു പാൽ കേട്ടോ, ഒരുപാട് പാൽ വേണ്ട, ഒരു കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ റൈസ് പൗഡറില്ലേ, നമ്മൾ വറുത്ത അരിപ്പൊടി അപ്പത്തിന് പുട്ടിനൊക്കെ എടുക്കുന്നത്, ആ അരിപ്പൊടി കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം, ഒരു തുള്ളും കൂടി വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു കുറച്ച് തക്കാളി, ഒരു ചെറിയൊരു കഷ്ണം തക്കാളി ഇട്ടാൽ മതി. സ്കിന്നിന് നല്ല രീതിയിൽ നമുക്ക് ഗ്ലോ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് എത്ര പ്രായമായാലും സ്കിന്നിൽ ചുളിവുകൾ വീഴത്തോ അങ്ങനെയൊന്നുമില്ല. തന്നെ നമുക്ക് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. അപ്പം ഒരു കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ലൈറ്റ് റോസ് കളറിലുള്ളതിൻ്റെ ഫേസ് ക്രീം ആയിട്ട് കിട്ടും. ഇതുപോലെ കിട്ടും കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്കും ധൈര്യമായിട്ട് തേക്കാം കേട്ടോ. നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ ബോയ്സിനും ഗേൾസിനൊക്കെ ഒരുപോലെ തേക്കാൻ വേണ്ടി നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഒരു രീതിയിൽ സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊരു കുറച്ച് നിങ്ങൾ കൂടുതലുണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം നമുക്ക് മുൾട്ടാണി മിട്ടി എല്ലാ ആയുർവേദ അങ്ങാടി ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരുപാട് മുൾട്ടാണി മിട്ടി ചേർക്കേണ്ട, ഒരു സ്പൂൺ, ഒരു അര സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുത്തതിന് ശേഷം കുളിക്കുന്നതിന് നമുക്കൊരു 20 മിനിറ്റ് നേരം, 25 മിനിറ്റ് നേരമൊക്കെ മുൻപ് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയാം. അതല്ലെങ്കിൽ നമ്മൾ രാത്രി ഒരു കിടക്കുന്നതിനൊക്കെ മുൻപ് ഒരു 20-25 മിനിറ്റ് നേരമൊക്കെ മുൻപ് നമ്മളിത് ഫേസിൽ തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് വെറുതെ പച്ചവെള്ളത്തിൽ നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതി. സ്കിന്ന് നല്ല രീതിയിൽ നിറം വെക്കുകയും ചെയ്യും. നമുക്ക് നല്ല സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു 1-2 തുള്ളി ഗ്ലിസറിൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും അതിൽ ഒരു 1-2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുത്തിട്ട് ഒരു ഏകദേശം 20-25 മിനിറ്റ് നേരം കഴിയുമ്പോൾ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. അടുപ്പിച്ച് തേക്കാം. നിങ്ങളിനി ഡെയിലി തേച്ചു എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ.